അബൂബക്കർ മുസ്ലിം മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. തുടർ ചർച്ചകൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഈ തലാലിൻ്റെ കുടുംബം ദിയാധനം സ്വീകരിച്ച് മാപ്പ് നൽകാൻ തയ്യാറാവുകയാണെങ്കിൽ ദിയാധനം സമാഹരിക്കാനുള്ള ചുമതല ചാണ്ടിയുമ്മൻ ഏറ്റെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. ഇപ്പോൾ ചാണ്ടിയുമ്മൻ MLA തന്നെ നമ്മുടെ കൂടെ തത്സമയം ചേരുന്നുണ്ട്. ശ്രീ ചാണ്ടിയുമ്മൻ ഈ പറഞ്ഞതുപോലെ ഒരു ഘട്ടം മാത്രമാണ് നമുക്കിപ്പോൾ കടക്കാൻ കഴിഞ്ഞത്. നിമിഷപ്രിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കേരളത്തിലെ എല്ലാ ജനങ്ങളും. ഇനി അടുത്തത് എന്ത് എന്ന് തന്നെയാണ് അറിയേണ്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? തീർച്ചയായിട്ടും നമ്മള് വലിയ പ്രതീക്ഷ കൂടി ആണ് ഈ ദിവസത്തെ ഒത്തിരിയേറെ പ്രാർത്ഥനകളുടെ ആഗ്രഹിച്ച നിമിഷപ്രിയയുടെ അദ്ദേഹം സന്തോഷിക്കുന്നത് എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത്രയ്ക്ക് മനസ്സിന് സമാധാനം നൽകുന്ന ഒരു വാർത്തയാണ്. അതിന്റെ ഒഫീഷ്യൽ ജഡ്ജ്മെന്റിന് വേണ്ടി കാത്തിരിക്കും. എങ്കിലും വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ അവസരത്തിൽ ഒരു എന്താ പറയുക ചാരിത്യത്തിനുള്ള കാരണമുണ്ട്. ഒത്തിരി ശ്രമങ്ങൾ ഇവിടെ പൂവണിഞ്ഞിരിക്കുകയാണ്. ഒത്തിരിയേറെ ആൾക്കാർ ഇതിനകത്ത് ഏറ്റെടുത്ത് പ്രവർത്തിച്ചു. പ്രിയങ്കരനായ ഗവർണർ, അദ്ദേഹത്തിന് ശ്രമം ഉണ്ടായി. അതുപോലെ തന്നെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ ശ്രമവും നന്ദി പറയുന്നു. അതുപോലെ തന്നെ സാജൻ ലത്തീഫ് എന്ന് പറയുന്ന ഒരു ബിസിനസ് പ്രവർത്തകനും ഇതിന് വളരെ ശക്തമായി ഇടപെടൽ നടത്തി മുന്നോട്ട് വന്ന് അദ്ദേഹത്തെ ഈ അവസരത്തില് നന്ദിയോടെ ഓർക്കുന്നു. ഒത്തിരിയേറെ ആൾക്കാർ അതുപോലെ തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചു. ഇനി മുന്നോട്ടും എല്ലാവരുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പൂർത്തിയാകുള്ളൂ എന്നുള്ളത് ഉറപ്പിക്കുന്ന കാര്യമാണ്. അങ്ങനെ ഉറപ്പായ കാര്യത്തിലേക്ക് നമുക്ക് ഉറച്ച ചൂടോടെ മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മൾ കൂട്ടായ ശ്രമിക്കുകയും കൂട്ടായ ഒരു ഐക്യത്തോടുള്ള പ്രവർത്തനം അതിലേക്ക് എത്തിക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ആ കുടുംബത്തോടാണ് നമുക്ക് സംസാരിക്കേണ്ടത്. കുടുംബത്തോട് അടുപ്പത്തുന്ന വ്യക്തികളോട് കൂടിയാണ് സാജൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നുള്ള എഫേർട്ടിൽ നമുക്ക് ഈ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കാം എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ. ഇപ്പോൾ തുടക്കഘട്ടത്തിലൊന്നും ഈ തലാലിന്റെ കുടുംബം ചർച്ചകൾക്ക് തന്നെ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് അവർ സന്നദ്ധരായിരിക്കുകയാണ്. അപ്പോൾ കുറച്ചെങ്കിലും നമുക്കൊരു പ്രതീക്ഷ വെക്കാമല്ലേ? ഇതിനകത്ത് ഇന്ത്യ ഗവൺമെന്റ് വലിയ ഒരു റോൾ ഉണ്ട്. കാരണം അവര് ഇതൊരു ലെറ്റർ കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഗവർണറുടെ ഇടപെടലിനെ തുടർന്ന് തോന്നുന്നു ആ ഒരു അൺഒഫീഷ്യൽ ആയിട്ടാണെങ്കിൽ ഇന്ത്യൻ എംബസി ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് യമൻ ഗവൺമെന്റ് വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നതെന്നാണ് എന്റെ അടുത്ത് ശ്രീ സാമുവൽ പവർ ഓഫ് അറ്റോർണി നിമിഷയുടെ പവർ ഓഫ് അറ്റോർണി പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു റിക്വസ്റ്റ് തന്നെ വലിയൊരു എഫക്ട് അവിടെ ഉണ്ടാക്കി. അതുപോലെ തന്നെ കാന്തപുരം ഉസ്താദ് അവിടുത്തെ നിയമ സ്പിരിച്വൽ രംഗത്തെ ലീഡേഴ്സുമായി സംസാരിച്ചത് അവിടുത്തെ സംവിധാനങ്ങളെ കൂടുതൽ എഫക്റ്റീവ് ആക്കി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ആണ് ഈ സാജന്റെ ഇടപെടലും വളരെ നിർണായകമായ രീതിയിൽ ഇതിനെ സ്വാധീനിച്ചു. അതൊക്കെ നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ കൂടുതൽ കാര്യങ്ങൾ എളുപ്പമാക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഒത്തിരി സഹപ്രവർത്തകർ ഇതിനുവേണ്ടി അഡ്വക്കേറ്റ് ദീപ ജോസഫ്, അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ അടക്കമുള്ളവർ വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളത് മറക്കാൻ കാര്യമല്ല. അതുപോലെ ഒരു മിസ്റ്റർ ജേക്കബ് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് സൗദിയിൽ നിന്ന്. അങ്ങനെ ഒത്തിരിയേറെ ആൾക്കാരുടെ കൂട്ടായ എഫേർട്ടാണ് ഇതിന്റെ പുറകിലുള്ളത്. അപ്പൊ എല്ലാവരോടുള്ള പറയുന്നു, നമുക്കിനി അങ്ങോട്ട് തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിന് കൂടുതൽ എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോ പുറത്തു പറയുന്ന ഒരു സാഹചര്യമല്ല. അപ്പൊ ആ തരത്തിൽ ഈ സാജനെ പോലുള്ളവരുടെയും അതുപോലെ തന്നെ കാന്തപുരം ഉസ്താദിന്റെ ഒക്കെ അതുപോലെ അതിന് ഗവർണറൊക്കെ പിന്തുണ ഇതിന് വേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിലേക്ക് നമുക്ക് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാം. ആദ്യമാകും നമ്മുടെ സഹോദരി ഈ സ്വതന്ത്രയായി നമ്മുടെ മലയാളത്തിലേക്ക് തിരിച്ചു വരുമെന്നാണ് വിശ്വസിക്കുന്നത്. അതെ, ഇനിയിപ്പോൾ അവരുടെ ഒരു തീരുമാനം തന്നെയാണ് അറിയേണ്ടത്. ഈ നേരത്തെ അബൂബക്കർ മുസ്ലിയാറൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ ദിയാദനം സ്വീകരിച്ച് മാപ്പ് നൽകാൻ അവർ തയ്യാറാവുകയാണെങ്കിൽ നമുക്കറിയാം നാനാകോണിൽ നിന്ന് സമൂഹത്തിന്റെ നാനാകോണിൽ നിന്ന് നിമിഷപ്രിയയ്ക്ക് സഹായം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലേക്കൊക്കെ ഈ ഒരു തീരുമാനം വന്നതിന് ശേഷമായിരിക്കും കടക്കുക അല്ലേ? ആ ഒരു തീരുമാനം വന്നാൽ മാത്രമേ നമുക്ക് എന്താണ് സാഹചര്യം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒന്നും പ്രീ ജഡ്ജ് ചെയ്യേണ്ട, ആ സിറ്റുവേഷനിലേക്ക് നമ്മൾ ചെന്ന് ചാടേണ്ട. നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം. അതുകൊണ്ട്
നമുക്ക് ആ ഒരു കൂട്ടായ പ്രവർത്തനത്തിൽ ഇതേപോലെ തന്നെ നടത്താം. പക്ഷേ നമ്മൾ ഒരു എന്താണ് അവരുടെ തീരുമാനമെന്നോ എന്താണ് അവരുടെ സാഹചര്യമെന്നോ നമ്മൾ പ്രീ ജഡ്ജ് ചെയ്യേണ്ട. പരമാവധി വളരെ സൈലന്റ് ആയിട്ട് കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതായിരിക്കും ഉചിതം എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ ചാണ്ടി ഉമ്മലെ MLA പ്രതികരിച്ചതിന്.